പിന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് പാസ്ത റെസിപ്പീസ് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സോസ് പാസ്ത, പിങ്ക് പാസ്ത, അങ്ങനെ പറഞ്ഞിട്ട് കുറേ റെസിപ്പീസ് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ആ തൊലിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഉള്ളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, ഗരം മസാല, പിന്നെ വിനിഗറും ഉപ്പും കൂടി ഇട്ടിട്ട് അതും മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പാസ്ത കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, മീൻസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഒരു പാൻ വെച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൽ തന്നെ ചിക്കൻ ഒന്ന് വെന്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉണ്ടല്ലോ, അതിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക്, ചിക്കൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് തിക്കായി വരുന്ന ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്തയും കൂടി ആഡാക്കി കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.